ആശ്വാസം നൽകുകയും ഹലോ ഗായ്സ്, നമുക്കൊന്ന് എറണാകുളം വരെ പോയി വന്നാലോ? ഞങ്ങളെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വിചാരിച്ചു വന്നൊന്ന് പോയേക്കാം. അങ്ങനെ ഫസ്റ്റ് ട്രെയിൻ കയറിയ പാട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് രാത്രി ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ ട്രെയിനിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നേ. പുലർച്ചെ ആയപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായ കുടിക്കണമല്ലോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് പിന്നെ ബസ്സിനാണ് അവൻ്റെ വീട്ടിലേക്ക് പോണത്. അങ്ങനെ ബസ്സിൽ കയറിയിരുന്ന് പിന്നെ ബസ് ഇറങ്ങിയ പാടാ വീണ്ടും ഒരു ചായ കുടിച്ചിട്ടോ. അങ്ങനെ ചായ കുടിച്ചിട്ട് അപ്പോഴാണ് പറയണത് കുറച്ച് ഉള്ളിലേക്ക് നടക്കാണ്ട്. അങ്ങനെ നടന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായി. അടിപൊളി വ്യൂസ് ആയിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് വീട് കാണാനാട്ടി മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. അടിപൊളി ഫുഡായിരുന്നു. നല്ല എന്തെയ്യുന്നു വെള്ളപ്പവും ചിക്കൻ കറിയായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി. പിന്നെ അവരുടെ പ്രാർത്ഥന കുറച്ച് നേരം കേട്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേനും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും നല്ല വീടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങാനുള്ള ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. ഞാൻ ഓരോരുത്തർ ഷൂസൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ഇന്ന് അത്രയുള്ളൂ ഗായ്സ്, ബൈ.